നോക്കൂ, ഈ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നൊരു സംഭവം, അദ്ദേഹം പറഞ്ഞ വളരെ സുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ഒരു 13 വയസ്സുകാരിയെ കൂട്ടബലാകം ചെയ്യുമ്പോൾ നിസ്സാരായി നോക്കിക്കൊണ്ടിരുന്ന മാതാവ് പറയാണ്, നിങ്ങൾ ഓരോരുത്തരായി ഉപദ്രവിക്കൂ ആ കുട്ടിയെ എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആ സ്ത്രീ പറയുന്നത് അതേപോലെ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാനാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഒരു പൈശാചികത ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരമ്മ, പെറ്റമ്മ 13 വയസ്സുകാരിയായ മകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന അക്രമികളോട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞു. ഇതിനെതിരായി ഒരു വാക്കുച്ചരിക്കാൻ ഇവിടുത്തെ പുരോഗമന നേതാക്കന്മാരോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോ, ഒരു പ്രത്യേക തരം മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ കേരളത്തിൽ, അവരാരും മുന്നോട്ട് വരാത്തതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദു സമൂഹത്തിനെതിരായിട്ടുള്ള ഇതുപോലുള്ള അധാർമികമായ, ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ ഉണ്ടായാലും അത് തമസ്കരിക്കപ്പെടുന്നുണ്ട്. അതേസമയം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി ഇതിനെ പർവ്വതീകരിച്ച് ഒരു ദേശീയ തലത്തിൽ ഈ BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒരു ബന്ധമില്ലെങ്കിൽ പോലും അവരുടെ മുകളിൽ കെട്ടിവെക്കുന്നതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഇടതുപക്ഷവും ബുദ്ധിജീവികളും ഇടതുപക്ഷവും അതുപോലെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഇതേപോലെ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ഇത്തരത്തിലെ അക്രമങ്ങളെ, പൈശാചികമായ നടപടികളെ ഏതെങ്കിലും ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ, പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനോ കലാകാരനോ ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ, അയാളെ എല്ലാവരും കൂടി വർഗീയവാദി, ഹിന്ദു ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയും മറുസൈഡിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചില സംഭവങ്ങൾ, ഒരു ചെറിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, ഞാൻ പറയട്ടെ, ഹജ്ജ് ഇവരുടെ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടി, അത് ഇതുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഹജ്ജിൻ്റെ പോകുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ കണ്ണൂരോ കോഴിക്കോടാണ് ചാർജ് കൂട്ടി. ആരെല്ലാം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആ ഒരു സ്ഥലത്തുനിന്ന് മാത്രം പോകുന്ന ആളുകൾക്ക് ഹജ്ജിന് ചാർജ് കൂടാൻ പാടില്ല. ഇവിടെ ആരെല്ലാമാണ് ഉറഞ്ഞു തുള്ളിയത്? മാർക്സിസ്റ്റ് പാർട്ടിയിലെ MLA മാർ, MP മാർ, മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. പ്രതാപൻ അവിടെ ചെന്ന് ഇവിടെ തൃശ്ശൂർ MP ആയിരുന്ന പ്രതാപൻ അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എല്ലാവരും വന്നു ആലോചിച്ചു. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശബരിമലയിൽ അവിടെ നിലയ്ക്കൽ നിന്ന് പമ്പ വരെ ഒരു സന്നദ്ധ സംഘടന ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാ അയ്യപ്പന്മാർക്ക് യാത്ര ചെയ്യാൻ ഫ്രീ ആയിട്ട് ബസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കേരള ഗവൺമെൻറ് നിഷേധിച്ചു. ഒരക്ഷരം മിണ്ടാൻ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയോ ഈ പുരോഗമന പ്രസംഗിക്കുന്ന ആളുടെ മുന്നോട്ട് വന്ന്. ഇതാണ് ഇരട്ടത്താപ്പ്. ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റമോ കുതിരകയറ്റമോ ആരും കാണില്ല, കടന്ന് നടിക്കില്ല. അതേസമയം മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നൊരു സമീപനം. ഇത് തന്നെയാണ് ഇപ്പം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ സന്ദേശ് ഖാലിയിൽ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളെല്ലാം ദളിത്, ആദിവാസി പെൺകുട്ടികളാണ്. ആക്രമിക്കപ്പെടുന്നത് അവരെയാണ് ഭർത്താക്കന്മാരെ ഓട്ടിച്ച് അല്ലെങ്കിൽ സഹോദരന്മാരെ ഓട്ടിച്ച് രക്ഷകർത്താക്കളെ ഓട്ടിച്ചിട്ട് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്ന് 3-4 ദിവസം പീഡിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്നത്. ആ അവസ്ഥ വന്നിട്ട് ഒരാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പട്ടികജാതി സംഘടന പോലും അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പണ്ടല്ലേ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയാൽ പിന്നെ അത് പുറത്തു വരില്ലായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലൈവായി കാര്യങ്ങൾ വരുന്നുണ്ട്, അവിടെ ഓരോരുത്തർ പറയുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ഒരാൾ പോലും ശക്തമായി നടപടിയെടുക്കാൻ ഈ IND മുന്നണി ഇന്ന് പറയുന്നില്ല. വൃദ്ധാക്കാരായിട്ട് പോയി തിരിച്ചു വിടുന്നു. ചൗധരി പറഞ്ഞു പ്രസിഡന്റ് റൂൾ വേണം, അദ്ദേഹം വീണ്ടും തിരുത്തി. അപ്പോൾ ശക്തമായി ഇതിനെതിരായി പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം. കാരണം ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ചെറിയതായി എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടക്കരച്ചിൽ നടത്തുന്ന ആളുകൾ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തിലായാലും മുന്നോക്കാർക്കായാലും ആർക്കായാലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഇത്തരത്തിൽ മനുഷ്യത്വപരമായി അവരുടെ മാനുഷിക അവകാശങ്ങൾ നിഷേധിക്കുന്ന സംഭവം ഉണ്ടായാൽ പോലും രംഗത്ത് വരുന്നില്ല. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായാലും വരുന്നില്ല, അവരുടെ സംസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായാലും വരുന്നില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ ഒരു കാര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട്. അതാണ് നേരത്തെ മറ്റേ സഹോദരി ഇവിടെ സൂചിപ്പിച്ച, നേരത്തെ ഒരാളുണ്ടല്ലോ ഫൈസൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ, ഫസൽ ഗഫൂർ ഒരാൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, അതിന് മുന്നേയും പ്രസംഗിച്ചു. ഓഡേഴ്സിലെത്തി എന്നിട്ട് ഒരു PDM പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗത്തിൽ ചെന്ന് 6 ഭാഷയിലാണ് സംസാരിച്ചത്. നമ്മളെല്ലാവരും ഒരുമിക്കേണ്ട കാര്യം, നമ്മളെ സംരക്ഷിക്കുന്ന കാര്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഓരോരുത്തരെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഓരോ പ്രവർത്തകർക്കും അദ്ദേഹം ഇട്ടയ്ക്കുന്ന വില വരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതാണ്. അവരെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അത് എനിക്കല്ലേ അറിയൂ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത്. ഈ ഡീലിംഗാണ്
കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ സോക്കാൾഡ് സാഹിത്യ പൗരപ്രമുഖരെന്ന് പറഞ്ഞ ആളുകളെ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ സമീപനങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്ന എത്തിക്കുന്നത് അത് ബോധപൂർവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന്റെ എല്ലാം ഒരു പരീക്ഷണശാലയായി കേരളം മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇതുപോലുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പോലും ഇവിടെ തമസ്കരിക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാംസ്കാരിക നായകന്മാർ, കവയത്രികളൊക്കെ റോഡിലിറങ്ങി നിരങ്ങുന്നതാണ്. ഓരോ സമയം കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വിളക്ക് കൊളുത്താനും അല്ലാതെയും മെഴുകുതിരി കത്തിക്കാനും. പക്ഷെ ഇപ്പം ആരെയും കാണുന്നില്ല. കാരണം അവർ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പീഡനങ്ങൾ നമ്മളെ ബാധിക്കില്ല, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല, അവർക്ക് വേണ്ടി ഒരു കണ്ണുനീര് വരില്ല. അതേസമയം ഇല്ലാത്ത കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് അത് ആർക്കെങ്കിലും ഒരു പ്രതിസ്ഥാനത്ത് ആരെങ്കിലും നിർത്തി അതിനെതിരെ പ്രകടനം നടത്താനും പ്രചരണം നടത്താനും ഇന്ന് കേരളത്തിൽ ആളുണ്ട്. അതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ കാണുന്നത്.